ഹായ് ഹലോ എവ്രി വൺ. അപ്പം വലിയ 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 യുദ്ധങ്ങൾ വരെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പം നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ മുമ്പിലുള്ള യുദ്ധം എന്താണ്? നമ്മളുടെ നീറ്റ് എക്സാം ആണ്. അപ്പം നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്ട്രാറ്റജി, എങ്ങനെ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിച്ചെടുക്കാം നീറ്റിന് വേണ്ടി എന്നുള്ള സ്ട്രാറ്റജിയാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം എന്തായിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. നമുക്കറിയാം നീറ്റ് എക്സാമിന് ഇനി അധികം നാളില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നീറ്റിന്റെ സിലബസ് ആയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇതൊക്കെയാണ് നമ്മളുടെ നീറ്റിന്റെ സിലബസ് എന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ പ്ലസ് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ, അതാണ് നീറ്റിന് വരുന്നത്. അപ്പൊ ഈ നീറ്റിന്റെ സിലബസ് ആയിട്ട് ഫെമിലറൈസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ബോർഡൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് നമുക്ക് പറ്റുന്നൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാളുടെ ടൈം ടേബിൾ കോപ്പി അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ടൈം ടേബിൾ കോപ്പി അടിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന, അല്ലെ, നമ്മളെക്കുറിച്ച് ഇപ്പം എനിക്കറിയാം മിസ്സിന് എത്രയാണ് ഒരു ദിവസം പഠിക്കാൻ പറ്റുക. അപ്പം എനിക്ക് പറ്റുന്ന ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഡേ പ്ലാൻ ചെയ്താൽ തന്നെ നമ്മളുടെ ആ ഡേ പ്രോപ്പറായിട്ട് നടക്കും. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ എടുത്തിട്ട് ഇപ്പം എന്ത് പഠിക്കും, ഇപ്പം ആര് പഠിക്കും, എന്ത് പഠിക്കും, ഏത് ചാപ്റ്റർ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂസിങ് ആവും. കുറേ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യും. അപ്പം നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, ഏത് സമയത്ത് പഠിക്കണം, എത്ര നേരം പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കണം, എത്ര നേരം കൊണ്ട് കവർ ചെയ്യണം, അങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ല ടൈം ടേബിൾ. ഇനി ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ കുറേ പേരുണ്ട് ഓവറാക്കും, അല്ലെ, ഓവറാക്കി അങ്ങ് ചളമാക്കും. അവസാനം ഓവർലോഡ്, ടൈം ടേബിൾ നോക്കിയിട്ട് ഓവർലോഡ് ആയിട്ട് 2 ചാപ്റ്റർ ഒരു ദിവസം പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾ എന്ത് ചെയ്യും, ടൈം ടേബിൾ ഒരു 4 ചാപ്റ്റർ ഒക്കെ ഇടും. എന്നിട്ട് ഒരു അര ചാപ്റ്റർ പോലും പഠിക്കില്ല. അപ്പൊ ഒന്നും ഓവർ ആക്കാണ്ട് നിങ്ങൾക്ക് ആ ടൈം ടേബിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എല്ലാം ടിക്ക് ചെയ്ത് പോവാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നെക്സ്റ്റ് നമ്മളിപ്പോൾ കെമിസ്ട്രിയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും മിസ് പറയാണ്, ചിലർക്ക് ഫിസിക്സ് പാടുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് കെമിസ്ട്രിയിൽ തന്നെ ഈ ഓർഗാനിക് പാർട്ട് പാടുണ്ടാവും. അപ്പം ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പാട് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ടഫ് എന്ന് നോക്കുക. ആ ടഫ് സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, കുറച്ചധികം സമയം നോക്കുക. അപ്പൊ ഈ കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത നമ്മളുടെ കെമിക്കൽസിനെ എടുത്താൽ, അല്ലെ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ തന്നെ വൊളറ്റൈൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓർഗാനിക് കെമിസ്ട്രി അതുപോലെയാണ്, വൊളറ്റൈലാണ്, ഫുൾ പുക, ആവിയായിട്ട് അങ്ങ് പോകും. അപ്പൊ ഈ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് കുറേ നേരം വേണം. അപ്പം ഏർലി മോർണിംഗ് ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ ചൂസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പൊ ഈ ആവിയായി പോകുന്ന സാധനങ്ങളെ വീണ്ടും വീണ്ടും ബ്രെയിനിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന പോലെ ഈ സംഭവം നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ആയിട്ടിരിക്കും. അപ്പൊ നെക്സ്റ്റ് വെറുതെ വായിച്ചു പോയാൽ മതിയോ, വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയാൽ മതിയോ? പോരാ, നോട്ട്സ് ഉണ്ടാക്കാം. മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, എപ്പോഴും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. നിങ്ങൾ ട്രിക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾ ന്യൂമോണിക്സ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾ എന്തൊക്കെ ഇക്വേഷൻസ്, അല്ലെ, ഫിസിക്സിലൊക്കെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് നമ്മുടെ സൈഡിൽ ഒരു ചെറിയ ബുക്ക് വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഈ നോട്ട്സ് നോക്കിയിട്ടാണ് നിങ്ങൾ ഇനി റിവൈസ് ചെയ്യാൻ പോകുന്നത്, അല്ലെ. നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു തീർത്തു, ഇനി നമ്മൾ രണ്ടാമത് റിവിഷൻ ചെയ്യുന്നത് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കി ആ ചാപ്റ്റർ മുഴുവൻ നോക്കിയിട്ടാണോ? അല്ല, നമ്മൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഏത് ബുക്ക്, അല്ലെ, എന്ത് നോക്കി പഠിക്കും, അതാണ് അടുത്തൊരു പ്രശ്നം. അപ്പം ഈ നീറ്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ ബുക്ക്, അല്ലെ, നിങ്ങളുടെ ബൈബിൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, NCERT ആണ്. NCERT അരച്ച് കലക്കി കുടിച്ചോ, നീറ്റ് കിട്ടി. ഓക്കെ, NCERTയിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ വേറെ ബുക്ക് അന്വേഷിച്ച് പോകണ്ട, ഇത്രയും നല്ലൊരു ബുക്കില്ല, നമ്മളുടെ NCERT ആണ് നിങ്ങളുടെ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ 5 പോയിന്റുകളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇപ്പൊ മുതൽ ചെയ്ത് തുടങ്ങേണ്ട ഏറ്റവും ബെസ്റ്റസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തിനാണ് മിസ് സോൾവ് ചെയ്യുന്നത്? കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ? നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന ഒരു പാറ്റേണിൽ പഠിക്കേണ്ട എക്സാം അല്ല, അല്ലെ. എൻട്രൻസ് എക്സാംസ് എന്ന് പറയുന്ന സ്പീഡിന്റെ ഗെയിമാണ്. ഇപ്പൊ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ നീറ്റ് എഴുതുന്ന എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നീറ്റ് എക്സാം എഴുതുന്ന ഒരു 80% ആളുകളും ഒരു ടൈം ലിമിറ്റ് ഇല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ശരിയാക്കും. കാരണം MCQ ആണ്, നമുക്ക് കുറച്ചു നേരം ആലോചിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കിട്ടും. പക്ഷെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഈ ടൈം കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ എഴുതുന്ന ആൾക്കാർക്കാണ് റാങ്ക് വരുന്നത്, അല്ലെ. അപ്പം നമ്മൾ എപ്പോഴും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ മെന്തി കളിക്കുമ്പോൾ നിങ്ങൾ പറയും, മിസ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് തെറ്റിപ്പോയി.
അപ്പോൾ ഒരു സ്പീഡിൻ്റെ ഗെയിമാണ് എൻട്രൻസ്. അപ്പം സ്പീഡ് എത്ര കൂടുന്നോ, എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നോ, അത്രയും അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫാസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് കൂടുമ്പോൾ നമ്മുടെ ആക്യുറസി കുറയും അല്ലേ, തെറ്റാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സ്പീഡിൻ്റെ കൂടെ തന്നെ ആക്യുറസിയും കൂട്ടാൻ പറ്റുക? എന്താണ് ചെയ്യുക? പ്രാക്ടീസിന് നമുക്ക് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ട്രെൻഡിലാണ് ക്വസ്റ്റ്യൻസ് വരിക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ അടുത്ത് പറയുമോ, ഇത് നമ്മൾ ഇന്നലെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ, വേഗം ചെയ്തോ. അപ്പൊ ബ്രെയിൻ നമുക്ക് എന്താണ് ഡയറക്ഷൻസ് തരും. നമ്മൾ അതേസമയം എല്ലാം വായിച്ചു കിട്ടുന്ന ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളുടെ ബ്രെയിൻ ഇൻവോൾവ് ആവുന്നില്ല, വെറുതെ വായിച്ചു പോവാണ് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്. പക്ഷെ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അറിയാം അടുത്തത് ഏത് സ്റ്റെപ്പാണെന്നറിയാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്ഥലത്താണ് നിങ്ങൾ നിന്നു പോകുന്നത്, ഏത് സ്ഥലത്താണ് നിങ്ങളുടെ സമയം പോകുന്നത് എന്നൊക്കെ. അപ്പം മോക്ക് ടെസ്റ്റുകൾ ഒരു 10-20 മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ നീറ്റ് എക്സാമിന് പോകാൻ. മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും വിചാരിക്കും എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതാം. ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. എന്താണ്, ആദ്യം മുതലേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതാം. ഓക്കെ, അപ്പം ആദ്യം മുതലേ എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് തോന്നും. കുഴപ്പമില്ല, ആദ്യം മുതലേ എഴുതി എന്താണ് ഒരു ലെവലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എനിക്ക് അറിയാത്തത്, എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ. അപ്പം സ്വയം റിയലൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് ഇതാക്കുക. അതാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ നമ്മളുടെ എക്സാമിനറിൻ്റെ നീറ്റ് ബൂസ്റ്റർ ബാച്ചിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മളുടെ ഫാക്കൽറ്റീസ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെറുതെ വന്ന് നമ്മളുടെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി, നമ്മളുടെ ക്ലാസ് കേട്ടാൽ മതി. കാരണം ബാക്കി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാം നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നിങ്ങൾ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് വന്നിരിക്കുക, നമ്മൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്താണ്, ഇനിയും നമ്മുടെ നീറ്റ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യുന്നു. താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യിച്ചിട്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.